ഹബീബായ നബി പറഞ്ഞു, സലാസുൻ മൂലിക്കാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ. 3 കാര്യം മനുഷ്യനെ നശിപ്പിച്ചു കളയും. ഏതാ 3 കാര്യങ്ങൾ? ഒന്ന് ഹവൻ മുത്തബാണ്. ഹവൻ മുത്തബാണ്, പിന്തുടർന്നു പോകുന്ന ഒരു ഹവ. അവൻ ആ ഹവയെ പിന്തുടർന്നാ പോണത്. അതിൽ വിട്ടുപോയ ഒരു ലുബ്ധത, അതിൽ വിട്ടുപോയ ലുബ്ധത 10 പൈസ കൊടുക്കാനാണ് തോന്നൂല. ആ ചിന്ത അവനെ നശിപ്പിക്കും. അവൻ ഒരു ഇലാഹിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാരാ? ഹവാ. അവന്റെ ഹവ, നഫ്സിന്റെ താല്പര്യം. നോക്കാക്കട്ടെ, സ്വന്തം ദേശകൾ കളിച്ചവരുണ്ട്. അത് കാരണം അവൻ അള്ളാന്റെ മാർഗം അന്വേഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ പൈലൻ പോകുകയാണെങ്കിൽ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇപ്പം പോകും, എൻ്റെ മെമ്പർ സ്ഥാനം പോകും, എന്നെ പുറത്താക്കും. മോനെ കൊണ്ട് കളിച്ചു. ആര് കളിച്ചു? അവന്റെ ഹവ കളിച്ചു. ഇത് അബൂ താലിബിന്റെ യതീമല്ലേ? അത് മനസ്സിലാക്കിയവരൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ മനസ്സിലാക്കിയവർ ഇത് ലോകം കണ്ട നായകനാന്ന് മനസ്സിലാക്കിയത് അത് ഭൂമിന്ന് മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഇനിയിപ്പോൾ അള്ളാന്റെ റസൂലിനെ മുഴുവനും കൂടി നമ്മൾ കണ്ടിട്ടുമില്ല. അത് അള്ളാന്റെ മേശറി പോകണം. അപ്പോൾ തിരികെ ഇയാളാരാണ്? കോടാനക്കോടി ജനങ്ങൾ കാൽക്കൽ വീഴുമ്പോൾ നമുക്ക് വീഴാൻ മതിയായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷെ അപ്പം നമുക്ക് ചാൻസ് ഇല്ല. അത് ഇവിടെ കാണിച്ചു തന്നിട്ടില്ല. ഇവിടെ ഒറ്റയും തെറ്റും ചില ആളുകൾ വന്ന് കൈപിടിച്ച് മുത്തിപ്പോയിട്ടേ ഉള്ളൂ. ഇത് കോടാനക്കോടി ജനങ്ങൾ ഒരു മനുഷ്യന്റെ കാൽക്കലാണ് വീണിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ അവിടെ ഏതൊരു ശത്രുവും പറയും, എന്ത് ഇയാൾ വലിയ ആൾ തന്നെയാണ് ഇട്ടാണ്. അതിവിടെ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അത് അകക്കള്ളൂ മനസ്സിലാക്കിയിട്ടുണ്ട്. വാക്കുണ്ട് സൂറത്തുൽ ഫുർഖാൻ. സഭയിൽ വെച്ച് അക്രമികൾ അവരുടെ 2 കൈയും കൂട്ടിക്കടിക്കും. യഖൂലു പറഞ്ഞുകൊണ്ട് എന്ത് പറയും? ഈ റസൂലിന്റെ മാർഗം തന്നെ എനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. യാ വൈലത്താ, എനിക്ക് സംഭവിച്ച നഷ്ടമേ. അത് അന്നേ മനസ്സിലാവുള്ളൂ. അന്ന് മനസ്സിലായിട്ട് കാര്യം എന്താ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. അങ്ങനെ വന്നൊരാൾക്കൂട്ടം അന്ന് വന്നിട്ട് നബിന്റെ കാൽക്കൽ വീണ സംബന്ധം അവരുണ്ടായിട്ടില്ല. ഒറ്റ മനുഷ്യന്മാർ വന്നാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. ഓലൊക്കെ മറ്റൊരു അന്തംഗമ്യായി മനസ്സിലാക്കുകയും ചെയ്തു. ഒരന്തല്ലാത്ത മനുഷ്യന്മാരാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. എല്ലാ ഫിറഔനും എല്ലാ നമ്രൂദും എല്ലാ ഖാറൂനും കാൽക്കൽ വീഴും. ഒന്ന് രക്ഷപ്പെടുത്തി തരും. കാരണം ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇവിടുന്ന് രക്ഷപ്പെടുത്തി നരകത്തി ഇവിടുന്ന് പോയി കിട്ടണം. അപ്പം ഇവർക്കൊക്കെ തിരിയത് വലിയ ആളാണ്. പക്ഷെ അവിടെ തിരിയേണ്ട കാര്യം? അവിടെ ആ കൈ കടിക്കുക ചെയ്യുന്നത്. കടിക്കുക. ഇനിയിപ്പോ ഒന്നേ കാര്യം ആ റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട് അടിമയാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹിന്റെ അടിമയായിക്കൊള്ളട്ടെ. റസൂലുള്ളാഹിന്റെ അടിമ, അള്ളാഹിന്റെ അടിമ, റസൂലുള്ളാഹിന്റെ അടിമ. അവരുണ്ട് ദിവാനില്. അടിമയുടെ യോഗ്യത രാജാവിന്റെ യോഗ്യതയാണല്ലോ. എത്ര വലിയ രാജാവാണോ അയാളുടെ അടിമക്കതിന് യോഗ്യതയുണ്ടാവും. എല്ലാ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം നടക്കാണ് അന്താരാഷ്ട്ര തലത്തിൽ നോക്കി. അതിന് ചെറിയ ഇപ്പോൾ കേരളം പോലത്തെ ഒരു നാടിന്റെ ഭരണാധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും, അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവും. ഏറ്റവും യോഗ്യനാരാ? മോനാണ്. രാജാവിന്റെ യോഗ്യത അടിമയുടെ യോഗ്യത. ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്. അപ്പൊ എനിക്ക് അതിന് മാത്രം യോഗ്യതയുണ്ടാവും. ഒരാളുടെ യോഗ്യത അയാൾ രാജാവിന്റെ യോഗ്യത, അടിമയുടെ യോഗ്യത രാജാവിന്റെ യോഗ്യതയാ. നമ്മുടെ റസൂലുള്ളാഹിന്റെ അടിമയാണ്. ഉറപ്പേ ഞാൻ റസൂലുള്ളാഹിന്റെ അടിമ, റസൂലുള്ളാഹിന്റെ അടിമ. റസൂലുള്ളാഹിന്റെ അടിമയായിട്ട് അള്ളാഹിന്റെ അടിമയാണെന്ന് നോക്കാം. റസൂലുള്ളാഹിന്റെ അടിമയാകാൻ മാത്രം ഞാനില്ല. പിന്നുണ്ടോ? അള്ളാഹു നമ്മളെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടവരിൽ പെടുത്തട്ടെ.
സബ്ബൻ ബറാഉ ശൗഖു ഹത്താ അദ്നഫാ. നൂറുൻ, പുണ്യ റസൂലിന്റെ പ്രകാശം. അല്ലാഹു അലഹു, ആ പ്രകാശത്താൽ പ്രശോഭിതമായി അൽ ഫുആദു, എന്റെ ഹൃദയം. ഫഅസഫ, ആ പ്രകാശം എന്നെ സഹായിച്ചു. സബ്ബൻ, ചരിച്ചു കിട്ടലിന്. റാഹു, ആ ചരിച്ചു കിട്ടലിനെ സൃഷ്ടിച്ചതോ അശൗഖു, നബിയോടുള്ള പ്രേമമാണ്. ഹത്താ അദ്നഫാ, അവസാനം ഞാൻ നബിയിൽ രോഗിയായി പോയിട്ടുണ്ട്. 21-ാമത്തെ വയസ്സിൽ. എന്തല്ലാത്തോ പറയല്ല, അക്കാലത്തെ പണ്ഡിതനത്. ഞാൻ അവരുടെ ഉസ്താദുമാരും ഇതെല്ലാം പിന്നീട് ഞാൻ വായിക്കും. യാമൻ, ഒരുത്തനെ ഉദ്ദേശിക്കുന്നവനെ, ദിയാറ അഹ്ലിൽ ഹുബ്ബി, പ്രേമത്തിന്റെ അഹ്ലുകാരുടെ വീടുകൾ ലക്ഷ്യം വെക്കുന്നവനെ, സിർ, നടന്നോ, ഹാദസബീല, ഞാൻ ഈ പ്രവേശിച്ച വഴിയിൽ, ഇലാ മഖാമി അത്തിസ്സഫാ, ശുദ്ധീകരണത്തിന്റെ മഖാമുകളിലേക്ക്. ഞാൻ പ്രവേശിച്ച വഴിയിൽ കയറി ഞാൻ നടന്ന പോലെ നടന്നാൽ നീയും ശുദ്ധീകരിക്കപ്പെടും. നടന്നോ. 21-ാമത്തെ വയസ്സിലാണ്. യമൻ, നമുക്ക് കിട്ടിയില്ലേ കോപ്പില്ലേ? ഓക്കെ. എന്റെ കിതാബ് എല്ലാവരും എത്ര പേജുണ്ട്? മൊത്തം എത്ര പേജുണ്ട്? 21 പേജായിരിക്കും. 10 പേജ് 10 പേജുകൾ 10 പേജുള്ളൂ. നൂറുൻ അല്ലാഹു അലഹുൽ ഫുആദു ഫഅസഫ സബ്ബൻ ബറാഹു ശൗഖു ഹത്താ അദ്നഫാ. യമൻ, ഒരുത്തനെ യറൂമു, അയാൾ ഉദ്ദേശിക്കുന്നു, ദിയാറാഹിലിൽ ഹുബ്ബി, അല്ലാഹുവിനെയും റസൂലിനെയും ബന്ധുക്കളുടെ വീടുകൾ ഉദ്ദേശിച്ചു പോകുന്നവനെ, സിർ, നീ നടന്നു, ഹാദസബീല, ഞാൻ കേറിയ ഈ വഴിയിൽ. എന്നിട്ട് എവിടേക്ക് പോയിക്കോ? ഇലാ മഖാമാത്തിസ്സഫാ, ശുദ്ധീകരണത്തിന്റെ മഖാമുകളിലേക്ക് എത്തിക്കോ. വേറൊരു ലക്ഷ്യമല്ല, അതേ ലക്ഷ്യമുള്ളൂ. വിലായത്തിന്റെ ഖാസിദ് മുഅ്മിൻ പോലും ആവില്ല. തിരിഞ്ഞില്ല. ഒരാൾ വലിയാകാൻ വേണ്ടി പഠിത്താൽ മുഅ്മിൻ പോലും ആവില്ല. ഒരാൾ വലിയാകാൻ പണിയെടുത്തു, എന്നാൽ അവൻ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാനല്ലേ പറഞ്ഞതെന്ന്, എന്തിനും പിടിക്കണം, ഇന്നല്ലേ ട്രോളുള്ളൂ, നിങ്ങളെന്തിനും പിടിക്കണം. ഒരാൾ വലിയാകാൻ പണിയെടുത്താൽ അവൻ ആരാവില്ല, മുഅ്മിനാവില്ല. ഓനൊരു ലക്ഷ്യമില്ല, അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കണമെന്നല്ലാതെ. അപ്പോൾ വലിയ ഓങ്ങത്ത് പോകും. നമ്മൾ പണിയെടുക്കുന്നത് ഔലിയാകാൻ. ജാഹിലായി പൊട്ടിയടിയാവിടും, പൊട്ടി ചാടുന്ന പൊങ്ങൂലല്ലോ. ഔലിയാകാൻ പണിയെടുക്കും. മനസ്സിലാണ്ട് പറഞ്ഞത് ഔലിയാകാൻ പണിയെടുക്കരുത്. ആരാകാൻ പണിയെടുത്തോ? അടിമയാകാൻ പണിയെടുത്തോ? അടിമനെ കയറ്റുള്ളൂ, ഔലി നിറക്കയ്യ. പറക്കും വലിയ പാടിക്കൽ താളച്ചോർ പറക്കണ താഴത്ത് കൊടുക്കും. അതേസമയത്ത് താഴെ മേനൊക്കെ സുബ്ഹാനല്ലദീ അസ്റ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബറകനാ ലിനൂരിഹി മിൻ ആയാതിനാ. അടിമയെ കയറ്റും. അടിമയാകാൻ ഖാസിദ. എന്തൊക്കെ നടക്കരുത്? ഔലിയ നടക്കരുത്, നടക്കേ ചെയ്യരുത്. ഔലിയാകാൻ വേണ്ടി പണിയെടുക്കുന്നവരെ കൂട്ടത്തിലും കൂടരുത്. ഔലിയാക്കളെ കൊടുത്ത് കൊടുക്കണം, അവർ മുഅ്മിനാകാൻ പണിയെടുത്തോരാ. മനസ്സിലായില്ലേ? ഒരുത്തനെ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളുകൾ, അവരുടെ വീടുകൾ ലക്ഷ്യം വെച്ച് പോകുന്നവന്, സിർ, നീ നടന്നു, ആദസബീല, എനിക്ക് റബ്ബ് തൗഫീഖ് ചെയ്ത ഈ വഴിയിൽ. അർത്ഥം വെച്ചോ തിജാനിയത്ത് എന്നർത്ഥം വെച്ചാണ്. ഈ തിജാനിയായിക്കോ, നമുക്കൊക്കെ ഇതിനർത്ഥമുണ്ട്. ഈ തിജാനിയായിക്കോ, ഇബ്രാഹിം നിയാസിന്റെ മുരീദായിക്കോ, പിന്നെ എന്റെ കൈ പിടിച്ചോ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ശുദ്ധീകരണത്തിന്റെ മഖാമുകളിലേക്ക് നീ നടക്കും. ഞാൻ നടന്നതുപോലെ നയിച്ചു രക്ഷപ്പെടും. 21-ാമത്തെ വയസ്സിൽ എന്നെ റബ്ബ് രക്ഷപ്പെടുത്തി, എന്നെ രക്ഷപ്പെടുത്തും.
പണിയെടുത്തു. പറഞ്ഞു തരണ്ടേ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരാൾ വന്നിരുന്നു. പിന്നെ കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞു. അതിപ്പോൾ ഞാനോട് ആരും പറഞ്ഞിട്ടില്ല. എങ്ങനെ നബി പറഞ്ഞാൽ നമുക്ക് ഖുർആൻ കിട്ടും. നബിക്ക് കിട്ടിയ പുറത്തിറങ്ങോണ്ടല്ലേ നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ ഹൃദയം പ്രകാശിപ്പിച്ചു നമ്മളെ അള്ളാഹു തന്നെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ റബ്ബിനിക്ക് ചെയ്ത നിഅമത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ പറയാൻ കഴിഞ്ഞേ ഞാൻ ആ കാലിൻ്റെ അടി ചുംബിച്ചതുകൊണ്ടാണ്. ഞാൻ അവരെ കാലിൻ്റെ അടി തല വെച്ച ആളാണ്. എൻ്റെ തല കൊണ്ടിട്ട് അതിൻ്റെ അടി നോക്കൂ. മൂക്ക് മാത്രമല്ല, തല എൻ്റെ നൂർത്താവ് കൊണ്ടിട്ട് ഞാൻ ഇബ്രാഹിം സാഹിബ് ഹുസൈൻ തങ്ങളെ കാലിൻ്റെ അടിയിൽ വെച്ചതാണ്. صبا براء الشوق حتى أدنفا من يروم ليراه للحب سر هذا السبيل إلى مقامات الصفا سر في طريقك غير ملتفت ودع نفسا تمنى أو هوى مستوقفا سر നീ നടന്നോ ഫീ ത്വരീഖിക നിനക്ക് കിട്ടിയ ഈ വഴിയിൽ, നിന്റെ വഴിയിൽ ഇജ്ജ് കയറിക്കോ. നിങ്ങൾ ആ വഴിയിൽ നീ നടന്നോ. ഗൈറ മുൽത്തഫിത്തിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ ഒറ്റ പോക്ക്. ഉദാഹരണം, നീ ഉപേക്ഷിക്കുക നഫ്സൻ ഒരു നഫ്സിനെ, തുമന്നാ നഫ്സൻ തുമന്നാ നഫ്സൻ തുമന്നാ നഫ്സൻ തുമന്നി നഫ്സൻ തുമന്നി ഔ ഹവൻ മുസ്തൗഖിഫാ. തുമന്നി ആ നഫ്സ് കിട്ടാത്തത് കൊതിക്കുന്ന ഒരു നഫ്സിനെ നീ ഒഴിവാക്ക്. ഒരിക്കലും കിട്ടാത്തതാണ് നഫ്സ് കൊതിക്കുന്നത്. കിട്ടുന്നത് എടുത്തോ, എന്നാ അടുത്തെടുത്ത പടച്ചോൻ തരും. ഈ കിട്ടാത്തത് ആദ്യം തന്നെ പണിയെടുത്ത അന്ന് തന്നെ തുടങ്ങണത് എന്താ കൗലിയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എമ്മ പിടിച്ചോ, അത് പറയാൻ പടച്ചോൻ തൗഫീഖ് തന്നേ. എന്നാ അടുത്തയിലേക്ക് അല്ലാഹ് കയറ്റി തരും. നഫ്സൻ തുമന്നി, കിട്ടാത്തത് കൊതിക്കുക, ആ നഫ്സിനെ ഒഴിവാക്കുക. ഒരിക്കൽ കിട്ടൂല ആ ജാതി കൊതിക്കുക. ഇതിനാണ് കേട്ടത്. നമ്മളിൽ ഭൂരിഭാഗം ആരാണ്? നമ്മളൊക്കെ കിട്ടാത്തത് കൊതിക്കുക. കിട്ടണം കൊതിച്ചാൽ മതി. കിട്ടിയതിൽ പിടിച്ചോ, അതിൻ്റെ അപ്പുറത്ത് അള്ളാഹ് തരും. അള്ളാഹു വരെ റഹ്മാനല്ലേ, എത്ര തന്നാലും തീരാത്തവനല്ലേ. എന്തിനാ കിട്ടാത്ത കൊതിക്കണം? മനസ്സിലായില്ലേ? ചിന്തിക്കണം. കിട്ടിയത് കിട്ടിയത് അയിമ പിടിച്ചോ. കിട്ടിയതറ എനിക്ക് പഠിച്ചോ, എനിക്കത് ഡിഗ്രി എല്ലാം തോഫിട്ടതില്ലേ, അത് കിട്ടിയില്ലേ, അതിന് പിടിച്ചടാ. അപ്പൊ ഞാൻ നിനക്ക് തിജാനിയത്തിന്റെ ദിക്ർ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഒരു ഉസ്താദ് എനിക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ അധികാരം മഹാന്മാരിൽ കിട്ടിയ എൻ്റെ കൈയല്ല, ഷറഫാക്കപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹിൻ്റെ റളിയല്ലാഹുവിൻ്റെ കൈയിൻ്റെ പകരമാണ് എൻ്റെ കൈ. ഞാൻ അതിലൊരു പട്ടിയാ. ചില ആളുകൾ മോൻ എന്താ ത്വരീഖത്ത് കൊടുക്കുക, മോൻ ആരാവുലിയാണ്. ഞാൻ ഒന്നുമല്ല. ഇത്തരപ്പോന്ന ഒരു കരണ്ടിൻ്റെ ഇത്തരപ്പോന്ന ഒരു ഇരുമ്പിൻ്റെ കമ്പി, ആ കമ്പിമ തൊട്ട ജീവൻ പോകും. എന്നാൽ ഇരുമ്പിൻ്റെ കമ്പിമ തൊട്ടോലൊക്കെ ജീവൻ പോകുമല്ല, അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കരണ്ട് പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബഡിയ ചേച്ചിൻ്റെ കണക്കാക്കിയാൽ മതി. ഒരു പച്ച മരക്കൊമ്പ്, ആ മരക്കൊമ്പിലേക്ക് ഇലക്ട്രിക് ലൈന് പൊട്ടിച്ചാടിയാലോ, അതിമ തൊട്ടാ എൻ്റെ ജീവൻ പോകും. എന്നാ പച്ചപ്പടിന്മ തൊട്ട ജീവൻ പോകുമോ? ഇല്ല. അതിമ മറ്റ് തൊടണം. എന്ത്? ഇലക്ട്രിക് ലൈൻ തൊടണം. ഇതന്നെ എൻ്റെ കൈ. എൻ്റെ കൈയൊന്നുമല്ല, പക്ഷെ എൻ്റെ കയ്യിലേക്ക് ഒരു കരണ്ട് കയറിയിട്ടുണ്ട്. അത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈൻ തങ്ങൾ എന്നടുത്തേക്ക് ആവശ്യപ്പെട്ട് വരുന്നവരോട് ഞാൻ ഈ പറഞ്ഞത് ഇജ്ജ് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരാണ് പിൻവലിച്ച് എന്നെ കഴിഞ്ഞും ചെയ്ത്. അതാ കഴിഞ്ഞു, കരണ്ട് പോയി. അങ്ങനെ കുറച്ച് ദിവസം എന്നോട് പറഞ്ഞിരുന്നു, ഇനി വിചാരിക്കും പറഞ്ഞു കൊടുക്കണ്ടോ, തീർന്നു, കരണ്ട് പിൻവലിക്കുകയും ചെയ്യുമല്ലോ, പീസ് ഊരാൻ വേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്ത് കരണ്ട് എന്നും ഉണ്ടാവുമോ? കരണ്ട് എന്നും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായി എന്ത് ചെയ്യണം? ഡിസ്കണക്ഷൻ്റെ ഡേറ്റിന് മുമ്പെങ്കിലും എന്ത് ചെയ്യണം? ബില്ലടക്കണം. കഴിഞ്ഞ തവണ നമ്മളെ വീട്ടിൽ കരണ്ട് ബില്ല് എവിടെ ആരാ തന്നെന്ന ഒരു ഓർമ്മയില്ല. എവിടെ തന്നെ കരണ്ട് ബില്ല് കിട്ടും. കാരണം എന്നാണ് കരണ്ട് കട്ടാകുക എന്നറിയണമെങ്കിൽ കരണ്ട് ബില്ല് കിട്ടണം.
അങ്ങനെ മിഞ്ഞാന്നുണ്ട് ഒരു പെട്ടെന്ന് എന്നെ വിളിക്കണം, ഇതാ കറണ്ട് കട്ടാക്കാൻ വേണ്ടി ആള് വന്നിട്ടുണ്ട്. ഓരും വരും, അതുപോലെ ചോദിക്കും എന്ത് ഇപ്പം പൈസ തരിക, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ വീശി പോകും. പീസ് ഇമ്മലാണല്ലോ അതെന്ത് നടക്കും പറയാ, അതിമ്മലാണല്ലോ കരണ്ട് കിടക്കണത്. പീസ് ഊരും ചെയ്യും. ഇപ്പൊ കരണ്ട് ഉണ്ട്, ഊരുമില്ലെന്നറിയില്ല, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇതൊന്നുമല്ല. അപ്പൊ മനസ്സിനോട് പറഞ്ഞു, അപ്പൊ ഇജ്ജ് എന്ത് കുതിക്ക, ആ ദിക്കർ കിട്ടുമ്പോ ഇജ്ജ് എന്ത് കുതിക്ക, ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ചെല്ലണല്ലേ, നമ്മ കൗലിയപ്പാപ്പയാകാൻ വല്ല ഉണ്ട് കാണാൻ തിരി, അതിന് ചേർക്കണ്ട. നഫ്സൻ തുമന്നി, ഒരിക്കലും കിട്ടാത്തത് കുതിക്കുന്ന നഫ്സിനെ നീ ഒഴിവാക്ക്, ആ ചിന്ത ഒഴിവാക്ക്. പിന്നെ അല്ലെങ്കിൽ നീ ഹവയെ ഒഴിവാക്ക്. മുസ്തൗഖിഫൻ, നിന്നെ ഒരു പടി പോലും കയറാതെ നിന്നെ അടിയിൽ നിർത്തിയത് നിന്റെ ഹവയാണ്, അതിനൊഴിവാക്ക്. മുസ്തൗഖിഫൻ, നിന്നെ ഇട്ടായ കിട്ടും ഹവ. എന്താ മേലെ കയറാത്തത്? എന്താ കാരണം? ഹവ, നഫ്സിന്റെ താല്പര്യങ്ങൾ. എന്താ നമ്മൾ മേലെ കയറാത്തത്? എന്താ? സലാസും മുഹ്ലികാത്തും, 3 കാര്യങ്ങൾ നശിപ്പിച്ചു കളയും. ഹബീബായ നബി പറഞ്ഞു, സലാസുൻ മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ. 3 കാര്യം മനുഷ്യനെ നശിപ്പിച്ചു കളയും. എന്താ 3 കാര്യങ്ങൾ? ഒന്ന് ഹവൻ മുത്തബാണ്. ഒന്ന് ഹവൻ മുത്തബാണ്, പിന്തുടർന്നു പോകുന്ന ഒരു ഹവ. അവൻ ആ ഹവയെ പിന്തുടർന്നാ പോണത്. അതിൽ വിട്ടുപോയ ഒരു ലുബ്ധത, ഒരു അതിൽ വിട്ടുപോയ ലുബ്ധത 10 പൈസ കൊടുക്കാനാണ് തോന്നൂല. ആ ചിന്ത അവനെ നശിപ്പിക്കും. ഹവൻ മുത്തബായ. 2 ഹവൻ മുത്തബായ, ആ പിന്തുടരപ്പെടുന്ന ഒരു ഹവ. അവനെ ഖുർആനും സുന്നത്തും അല്ലാഹു റസൂലല്ല അവനെ ഭരിക്കുന്നത്. അവനെ ഭരിക്കുന്നത് അവന്റെ തന്നെ ഹവ. അവനൊരു ഇലാഹിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാര? ഹവ. അവന്റെ ഹവ, നഫ്സിന്റെ താല്പര്യം. മനസ്സിലായി? ഞാൻ അള്ളാഹു എനിക്ക് തന്ന ഈ വഴിയിൽ നീ കേറിയിട്ട് നീ എന്ത് ചെയ്യണം? ഒയ്റ മുൽത്തഫിറ്റിൻ. പിന്നെ ഒന്നും കൂടി നോക്ക്. ഞാൻ തന്ന ഈ വഴിയിൽ, ഞാൻ കയറിയ വഴിയിൽ നീ പ്രവേശിച്ച് നടക്ക്. ഫീ ത്വരീഖക, നിനക്ക് കിട്ടിയ ഈ വഴിയിൽ നീ നടക്ക്. ഒയ്റ മുൽത്തഫിറ്റിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ. നീ ഉപേക്ഷിക്കുകയും ചെയ്യ് നഫ്സൻ, ഒരു നഫ്സിനെ. തുമന്നി, അത് കിട്ടാത്തത് കൊതിച്ച് നടക്കുകയാണ്. ഔ ഹവൻ, അല്ലെങ്കിൽ ഹവയെ ഒഴിവാക്ക്. മുസ്തഖിഫ, അതാണ് നിന്നെ താഴെ നിലനിർത്തിയത്. ആ അവൻ ഒഴിവാക്കിയിരിക്കാണ് മേലക്കട് കയറും. നോക്കാക്കട്ടെ. പിന്നെ ഒരിക്കലും നീ മുഷാവറ ചെയ്യരുത്. ഹക്കായ മാർഗത്തെ തേടി നടക്കുന്നതിൽ ഒരാളോട് അവനെ കൊണ്ട് കളിച്ചിരിക്കുന്നു. അവന്റെ ദേഹേച്ഛകൾ, സ്വന്തം ദേഹേച്ഛകൾ കളിച്ചവരുണ്ട്. അത് കാരണം അവൻ അള്ളാന്റെ മാർഗം അന്വേഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ പൈലൻ പോകുകയാണെങ്കിൽ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇപ്പം പോകും, എൻ്റെ മെമ്പർ സ്ഥാനം പോകും, എന്നെ പുറത്താക്കും. മോനെ കളിച്ചു, മോനെ കൊണ്ട് കളിച്ചു. ആര് കളിച്ചു? അവന്റെ ഹവ കളിച്ചു. പലരും ഹക്കായ മാർഗം തേടണമെന്നുണ്ട്, പക്ഷേ സംഘടനയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ പേടിയ അത് മാലി സെക്രട്ടറിന്റെ സ്ഥാനം പോകും. മോനെ മറ്റേ പോയി കുതിര വിട്ട് ഇറക്കിയാൽ അതിൻ്റെ ഇടക്കാണ് ഏതോ ഒരു സാലിയായ മനുഷ്യനൊക്കെ ഉണ്ട്, ദിക്റിലിക്കോറും സ്വലാത്തിലിക്കോറും. അതിന് മുമ്പ് ഓടുകൂടെ ഓനൊരു മാലമണിയും കൊണ്ട് ഇറങ്ങണോണ്ട് എത്രയും ബാക്കി കമ്മിറ്റിക്കാരൊക്കെ ഓനൊരു ഇങ്ങോട്ട് എത്ര കുഞ്ഞാമലെ എൻ്റെ പുതിയൊരു കളി. പിന്നെ എല്ലാവരും അവനെ കൂട്ടില്ല. അവനക്ക് സുബൈ നിസ്കരിച്ചാൽ പിന്നെ നേരെ ചായപ്പൊടി പോയാണ്ട് പുട്ടും കടലയും തിന്നാണ്ട് നാട്ടിലുള്ള ഗീബത്തൊക്കെ പറയലായിരുന്നു സ്ഥിരം ഓലെ പണി. പിന്നെ ഓനെടുക്ക് കിട്ടൂല, കാരണം സുബൈ നിസ്കാരം കഴിഞ്ഞാൽ 1/2 മണിക്കൂർ നേരം എന്തുണ്ട് ചെല്ലി പറയണ്ട്, വെറുതുണ്ട്. അപ്പോൾ ആ പുട്ടും കടലൊക്കെ ഓനെ കിട്ടൂല. അപ്പോൾ ബാക്കിയുള്ള ജോയിന്റ് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഇറങ്ങാൻ നേരത്തെ ഓല അങ്ങോട്ടും നോക്കി പറഞ്ഞു ഓനെ പറ്റൂല, ഓനെ തന്നെ ശരിയാവില്ല.
പ്രസിഡന്റ് തന്നെ പറയും. പ്രസിഡന്റ് അവിടുത്തെ വലിയ മുരാച്ചിയാവൂല പ്രസിഡന്റ്. അപ്പം ജോയിന്റ് സെക്രട്ടറി ഒന്നാം ദിവസം ഒന്നും പറയില്ല, പിന്നെ പറയുന്നത് വിചാരമുണ്ട്, രാത്രി നമ്മൾ മുടിയിൽ നമുക്ക് മെമ്പറാക്കാം, സെക്രട്ടറി സ്ഥാനം പോകും. അപ്പം ഇത് അവനറിയാലോ, അപ്പുറത്തെ മാലിൽ ഞാലിൻ്റെ മാലിൽ ഒരാൾ നല്ല മനുഷ്യനാ, കമ്മിറ്റിൻ്റെ ഒക്കെ ആളായിരുന്നു. പിന്നെയാണ് അവനൊരു 4 മണിയും കൊണ്ട് ഇറങ്ങിയത്. അതോടുകൂടെ അവൻ എന്ത് ചെയ്തു, കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, സെക്രട്ടറി സ്ഥാനം പോയി. ഇപ്പോൾ മെമ്പറും അല്ല, ഇപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങാടിയിൽ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലായി ഇവനും ഇതെടുക്കാൻ പേടിയുണ്ടാവുമല്ലോ. അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം എന്താണ്? പറയാ കുട്ടി, ഈ സെക്രട്ടറി സ്ഥാനം നിലനിർത്തണം. ഞാൻ ഈ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അള്ളാഹിൻ്റെ തൗഫീഖാണ്. മനസ്സിലാണ്? ഇതാണ് അങ്ങാടി പറയാ. അപ്പോൾ ലാ തസ്തശിർ, നീ മുഷാവറ നടത്തരുത്. ഫിസ്സൈരി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടക്കുന്ന വിഷയത്തിൽ നീ മുഷാവറ നടത്തരുത്. മൻ, ഒരാളോട്. ലഅബത്ത് ബിഹി, അവനെ കൊണ്ട് കളിച്ചു. അഹ്വാഉഹു, അവൻ്റെ ഹവകൾ. മനസ്സിലാണ് പറഞ്ഞത്? ഏറ്റവും വലിയ ഹവയാണ് എന്ത്? തൊലബുൽ ജാഹ്, സ്ഥാനത്തെ തേടൽ. അതിന് വലിയ ഹവ എന്താ? അവരോട് ചോദിച്ചാൽ അവരെന്തേ അറിയുള്ളൂ. ചോദിക്കേണ്ടവരല്ലേ ചോദിക്കേണ്ടത്. ഇപ്പൊ ഒരുത്തൻ്റെ കയ്യിൽ 5 ലക്ഷം ഉറുപ്പിക കിട്ടി. അപ്പോൾ അവന് എന്ത് തോന്നി? ഹജ്ജിന് പൈസ ഇട്ടാണ് തോന്നി. അപ്പോൾ അവിടുത്തെ ഒരു സാലിയായ മനുഷ്യനോട് ചോദിക്കുകയാണ്. അവന് അള്ളാഹിനെ പ്രീതി ഉദ്ദേശിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അവൻ പറയും, എന്ത് ഇതൊക്കെ ഞാൻ എന്നോട് എന്നോ പറയാമെന്ന് വിചാരിച്ചാൽ എനിക്കൊക്കെ എന്നോ ഹജ്ജ് ഫർളാണ്, വേഗം കിട്ട്. സർക്കാർ കിട്ടില്ലെങ്കിൽ മറ്റോടത്ത് 5 ലക്ഷം ഉണ്ടെങ്കിൽ മറ്റേലും പോകാം, അതിന് മെനക്കെട്. നേരെ മറിച്ച് അവിടുത്തെ തമ്മാടിനാരും കച്ചവടക്കാരനും റിയൽ എസ്റ്റേറ്റുകാരനെ കണ്ട് 5 ലക്ഷം തരണം, അവൻ എന്താ പറയുക? എന്താ പറയുക? ആ അങ്ങാടിൻ്റെ സൈഡിലുള്ള പിന്നെ മറ്റേ ഹോട്ടൽ കഴിഞ്ഞിട്ടുള്ള ഒരു 12 സെൻറ്റ് ഉണ്ടല്ലോ, അത് വെക്കണമെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. സെൻറ്റിന് 2 ലക്ഷം, 10 സെൻറ്റ് ഉണ്ട്, അത് ബാക്കിയുള്ള ഞാൻ ആളുണ്ടാക്കാം, ചെറുതെടുത്തോ. അതെന്താണ് നമുക്ക് 5 നോക്കാം? അല്ല, ഞാൻ അച്ഛന് എനിക്കൊക്കെ പിരാന്തുണ്ട്. ഞാൻ അജ്ജിനോ ഉദ്ദേശിക്കുന്നത്, അജ്ജോ 10 ഉറുപ്പിക ഉണ്ടാക്കി നോക്കിയങ്ങായി. എന്താ അച്ഛ? മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരോടും എല്ലാ കാര്യവും മുഷാവറ നടത്താൻ പാടില്ല. പെണ്ണ് തൊട്ട് കെട്ടിച്ചില്ല, കെട്ടണമെന്ന് പൂതിയില്ലാത്തരുത്തനോട് ഞാൻ പെണ്ണിട്ട ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? എടാ ചെങ്ങായി, എനക്കൊക്കെ ഒന്ന് സ്വതന്ത്രത്തിൽ നടന്നൂടെ? ഇന്നെ കണ്ടില്ലേ, എനിക്ക് എവിടെ നിന്നാലും പോയാലും ഒരു ഫോണും വരൂല. പുഴമാട്ടും കടന്നുറങ്ങിയാലും എന്താണ് മഞ്ഞത്ത് ഇങ്ങനെ മഞ്ഞും കൊണ്ട് നേരം വെളുക്കാൻ കാലത്ത് പുഴമാട്ടും അങ്ങനെ കിടക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു സുഖം? എന്നാ പെണ്ണുങ്ങൾ നിങ്ങളെവിടെ എന്നാണ് എന്താ റാഹത്ത്? ഇപ്പം നേരം വെളുത്ത നമ്മളെ മറ്റേ കുഞ്ഞു മേമദിനെ കണ്ടിട്ടില്ലേ? ഓനെ ഇടക്കിടക്ക് പെണ്ണുങ്ങൾ എന്ന് തല്ലിട്ടു. പാത്രം കൊണ്ട് ചിരവ് കൊണ്ട് മിന്നാന്ന് അടിച്ചിട്ട് അവൻ്റെ മോന്തപ്പിൻ്റെ പല്ല് 2 ഇളകി അവസാനം പിന്നെ ക്ലിപ്പിട്ടിരിക്കുകയാണ്. എന്തിനാണ് ചങ്ങായി ആരാൻ്റെ പെണ്ണുങ്ങളെ തല്ലുള്ള നിനക്കിടുന്നത് എന്നേ ഓൻ പറയുള്ളൂ. അങ്ങനല്ലേ പറയാ? അപ്പൊ പെണ്ണിട്ടല് ഇതിരിക്കലാണ് സ്വാതന്ത്ര്യം എന്ന്. എന്നെ കെട്ടിക്കണ്ടെന്ന് വിചാരിച്ച ഒരുത്തിനോട് ഒരു യുക്തയായ പെണ്ണ് എനിക്കൊരു പുതിയ പെണ്ണെ കിട്ടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര വലിപ്പുണ്ടല്ലോ എന്നല്ലേ പറയാ? സ്ഥാനവും മാനവും സംഘടനയുടെ സ്ഥാനവും മറ്റുള്ള മേലിലെ സ്ഥാനവും നോക്കി നടത്തുന്ന അള്ളാന്റെ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അതൊന്നും തെറ്റുമല്ല. പക്ഷേ എല്ലാ ശരിയും പൂർണ്ണമായി ശരിയല്ല, അതിൻ്റെ അപ്പുറത്തും ശരിയുണ്ട്. ഈ ഹവയിലിച്ചാണ് നശിച്ചു. 25 കൊല്ലം സെക്രട്ടറി ആയി, പിന്നെ അടുത്തൊരു ജനറൽ ബോഡിയിൽ എന്നെ പുറത്താക്കി എന്താവും? പിറ്റേന്ന് മുജാഹിദാവും. ആദ്യം പിന്നെ അങ്ങനെ എന്തായി? പിന്നെ ഒടുക്കോലം ജുമയക്കോയി, പിന്നെ പോലെന്നാണ് കൂട്ടി, പിന്നെ ഉദയത്തിൻ്റെ കമ്മിറ്റി കൂട്ടി. പിന്നെ ഉദയത്തിൻ്റെ കമ്മിറ്റി കൂട്ടിയ ഉറപ്പാണ് എന്ത്? അടുത്ത കമ്മിറ്റിയിൽ ഉള്ളിക്കയറ്റി. പിന്നെ 3ാമത്തെ കമ്മിറ്റിയിൽ സെക്രട്ടറി ആയി. അപ്പോൾ ഞാൻ അൽഹംദുലില്ലാ ഇപ്പോഴാണ് ഞാൻ എത്തേണ്ടടുത്തെത്തിയത്. കാരണം എനിക്ക് സെക്രട്ടറി ആകാതിരിക്കാൻ കഴിയൂല. മനസ്സിലായോ? മുജാഹിദാൻ കാരണം ഞാൻ ഇന്നവനെ പുറത്താക്കിയാലോ, അപ്പുറത്ത് ഖാദിയാൻ്റെ കമ്മിറ്റിയിൽ വാങ്ങിയാലോ, അപ്പുറത്തും ഖാദിയാൻ്റെ കമ്മിറ്റിയിലും കയറി ഓൻ എന്താകണമെന്നേ ഉള്ളൂ. സെക്രട്ടറി ആകണം. സെക്രട്ടറി ആകാതെ പോകാൻ പറ്റൂല. അപ്പോൾ എവിടെയും ചാൻസ് ഇല്ല. ഖാദിയാനിൻ്റെ മാലിലാണ് സെക്രട്ടറി ആവും, അതിന് പോവും. അൽഹംദുലില്ലാ. ഓൻ എന്ത് വിചാരിക്കും? ഇതൊക്കെ ആണെങ്കിലും ഒരു ഖാദിയാനി മാലിലും നമ്മുടെ നാട്ടിലുണ്ടായത് അൽഹംദുലില്ലാ ഭാഗ്യം. മറ്റൊരുത്തിന് 2 ഒഴിവാക്കിയപ്പോഴും ഇവർ കയറ്റി. ലാ തസ്തശിർ, നീ മുഷാവറ നടത്തരുത്. ഫിസ്സൈരി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നടക്കുന്ന വിഷയത്തിൽ നീ മുഷാവറ നടത്തരുത്. മൻ, ഒരാളോട്. ലഅബത്ത് ബിഹി, അവനെ കൊണ്ട് കളിച്ചിരിക്കുന്നു. അഹ്വാഉഹു, അവന്റെ ദേഹേച്ഛകൾ.
ഔ മൻജഫാ ഔ അസ്റഫാ. ഔ മൻജഫാ, അല്ലെങ്കിൽ എല്ലാ മോഹങ്ങളും ഒറ്റ ഒരാള്, ഓനോ അങ്ങനെ ജീവിക്കണമെന്നേ ഉള്ളൂ, അങ്ങനെ. ഔ അസ്റഫ, അല്ലെങ്കിൽ അതിര് വിട്ട് ജീവിക്കുന്ന വേറൊരുത്തനോട്. ഈ ദുനിയാവിൻ്റെ അതിര് വിട്ടുള്ള കളികൾ മാത്രമാണ് അവൻ്റെ ഓരോടൊന്നും ഈ വർത്താനം പറയാൻ നിൽക്കണ്ട. ചിലർ പറ്റൂരുണ്ടാവും മഞ്ചഫോൽ കൊല്ലം, അതായത് ഇപ്പോഴുള്ള ഈ നിസ്കാരം നോൽമ്പും മതി, അങ്ങനത്തെ ആളുകളില്ലേ, ഒന്നുമില്ല, ഇതിൽ തന്നെ ഒക്കെ കിട്ടുമെന്ന് അങ്ങനെ വിചാരിക്കുന്നവർ ഓരോടൊന്നും ഷവർ നടക്കണ്ട. പക്ഷെ ആരോട് ചെയ്തോ? ഈ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിയവനോട് ചോദിച്ചു. അതിൽ വിട്ട് ജീവിക്കാണ്. അതായത് ഈ ദുനിയാവിലെ പളപ്പളപ്പും പണവും സൗകര്യവും വണ്ടിയും കാര്യവും ഇതിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ ആൾ തെറ്റല്ല, പക്ഷെ അതാണ് ജീവിത വിജയം എന്ന് മനസ്സിലാക്കുന്നത് തെറ്റാണ്. അതൊക്കെ ഉണ്ടായിക്കൂടെ, എല്ലാം ഉണ്ടാകുക, പക്ഷെ അതാണ് അവസാനം എന്ന് വിചാരിക്കണ്ട. ഒന്നുമല്ല, അതും വേണ്ടി വരും. നിലവിടെയോ ഞാൻ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അഹങ്കാരിയുടെ മുന്നിൽ ഓനെ അടിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പണം വേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും എന്നുള്ള ക്ലാസ് പറഞ്ഞു. പണം വേണ്ടി വരും ചിലപ്പോൾ. അഹങ്കാരം, എല്ലാവർക്കും പണം അഹങ്കാരവും വലിയൊരു ആകണമെങ്കിൽ സുലൈം മനസ്സിലായില്ലേ, ഒരു ചക്രവർത്തിമാരെല്ലാം ജനങ്ങളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കുന്ന കാലത്താണ് ആര് വരുന്നത്? സുലൈമാൻ നബി. എന്നിട്ട് അതിനേക്കാളും വലിയ പൈസ കാട്ടിയിട്ട് ആരെ കൊണ്ട് സുജൂദിപ്പിച്ചു? അള്ളാഹുവിലേക്ക്. മനസ്സിലായില്ല. ജനങ്ങളൊക്കെ വലിയ വലിയ മുതലാളിമാര് ചക്രവർത്തിമാരായിട്ട് ആ ചക്രവർത്തിമാർ ജനങ്ങളെ സ്വന്തം കാൽക്കൽ സുജൂദ് ചെയ്യിപ്പിക്കുന്ന കാലത്താണ് ആര് വരുന്നത്? സയ്യിദുനാ സുലൈമാൻ. രോഗം കാരണം ജനങ്ങൾ മുഴുവനും ചികിത്സാരികൾക്ക് അടിമപ്പണി എടുക്കുന്ന കാലത്താണ് സയ്യിദുനാ ഈസ വരുന്നത്. എന്നിട്ടാണില്ല യാ ഹയ്യു യാ ഖയ്യൂം പറഞ്ഞിട്ട് നാട്ടുകാരെ രോഗം മുഴുവൻ മാറ്റിയിട്ട് എനിക്കൊന്നും ചെയ്യരുത്, ഒക്കെ ആർക്ക് ചെയ്താളി, അവിടെ അതേ പറ്റുള്ളൂ. മനസ്സിലായി? ഒരു കാലഘട്ടത്തിന്റെ വെല്ലുവിളിയാണ് പണ്ഡിതൻ നേരിടേണ്ടത്, ഒരു കാലത്തിന്റെ വെല്ലുവിളി. ഇപ്പൊ ലോകം മുഴുവനും ദുനിയാവിന്റെ പണത്തിന്റെ പിന്നാലെ ഓടുന്ന കാലത്താണ് മഹ്ദി ഇമാം വരിക. എന്തുകൊണ്ടാണ് മഹ്ദി ഇമാം വരിക? വഴങ്ങും കൊണ്ടല്ല. എന്തുകൊണ്ടാണ് വരിക? പണത്തിന് കെട്ട് യാസിൽ മാല കെട്ട് എന്നിട്ട് ഇന്ത്യ കാലിക്ക സുജൂദ് അള്ളാഹ് പോയിപ്പെട്ട് പറയും. അപ്പൊ ഈ സാധുക്കളാ മനുഷ്യന്മാർ എന്നും മൊയ്ക്കൽ പുല്ല് പോലെയാണ്. മൊയ്ക്കല് പുല്ല് അറിയും, മൊയ്ക്കൽ ഒരു സ്ഥലമുണ്ട് പുഴക്കിറങ്ങി കൊടുത്ത്, അവിടെ വലിയ പുല്ലുണ്ടാവും. മനുഷ്യന്മാർ മോയ്ക്കല പുല്ല് പോലെ എന്ന് പറയും. അതായത് മോയ്ക്കല പുല്ലിന്റെ അവസ്ഥ എന്താ വെച്ചാൽ, അത് ഒരാൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ പുല്ല് അങ്ങോട്ട് പോകും, ഒരാൾ പുഴയ്ക്ക് കുളിക്കാൻ പോവുകയാണെങ്കിൽ പുല്ല് അങ്ങോട്ട് വെക്കും. ഓ കുളി കഴിഞ്ഞ് പോരുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി നടന്നു വരുമ്പോൾ പുല്ല് ഇങ്ങോട്ട് നോക്കും. ഇതാണ് ജനം. അപ്പൊ ഈ അങ്ങനത്തെ ഇവരെക്കോളം വലിയ പൈസക്കാരൻ അള്ളാഹു കൈപ്പെട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ വേഗം അള്ളാഹു കൈപ്പെട്ടു. ഇനി ഇവിടെ ദുനിയാവിന്റെ കാലാണ്. അപ്പൊ ആ ദുനിയാവിന്റെ കാലത്ത് മഹ്ദി ഇമാം വരുമ്പോ വയറു പറഞ്ഞിട്ട് പിരിവല്ല നടത്തുക, കൊടുക്കുക ചെയ്യുക, അങ്ങോട്ട് കൊടുക്കും. എണ്ണാൻ നേരല്ല ആർക്ക്? പറയും മനുഷ്യന്മാരെ, എണ്ണാൻ നേരല്ല ആർക്ക്? മഹ്ദി ഇമാമിന് എണ്ണാൻ നേരം ഉണ്ടാവില്ല. എനിക്കെന്തെങ്കിലും തരീന്ന് പറഞ്ഞാൽ അവസാനം ഒരാൾ വരും, അല്ല എന്തൊക്കെ ചെയ്യും ജോലി ചാക്കും കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിക്കും. എനിക്കെന്തെങ്കിലും തരീന്ന് പറഞ്ഞു വരേ, അപ്പൊ ജോലി കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിക്കും. ഇല്ല അറിയും. കമ്മീസൺ എൻ്റെ കമ്മീസൺ കഴിച്ചാളറി, കമ്മീസൺ കഴിച്ചിട്ട് മേൽഭാഗത്തും കുത്തിയ ചാക്കായില്ലേ. പറയും മനുഷ്യന്മാരെ, ഈ നീളം കുപ്പായം എന്തിനും പറ്റും, ചാക്കാക്കാനും പറ്റൂലേ? ഇതിന്റെ മുകൾ ഭാഗം കെട്ടിയ എന്താണ് ഇത്? ചാക്കലേ. അപ്പൊ അതാണ് കാണിച്ചു കൊടുക്കും, അയക്കണ്ടിട്ട് കൊടുക്കും. എന്നിട്ട് അയാൾ ആദ്യം ഈ കെട്ട്, ഈ പണത്തിന്റെ കെട്ട് ഏറ്റവും കൊണ്ട് പോകും. ഇവിടെ അതൊന്നുമില്ല, അള്ളി റസൂലിയും പറഞ്ഞു തരാൻ അന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു പൈസ ഉണ്ടാലേ വൈപ്പെടുള്ളൂ. ആ ജാതി കൊടുക്കല ദജ്ജാൽ കൊടുക്കണത്. അപ്പൊ അതിലും വലിയ കൊടുക്കല ആര് കൊടുക്കും? മതി കൊടുക്കും. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടുകയാണ് പണ്ഡിതന്റെ കർത്തവ്യം. മനസ്സിൽ അതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യും? അള്ളാഹ് വേണ്ടിയാ, എല്ലാം വേണ്ടിയാ. അള്ളാഹ് നമുക്ക് ബോധം തരട്ടെ. കുട്ടികളെ നിങ്ങളൊക്കെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ 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 ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ പണക്കാരനും സ്വർഗത്തിലാണ്, ഏറ്റവും വലിയ ഫക്കീറും സ്വർഗത്തിലാണ്. വളരെ വലിയ പാട്ടാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ സ്വർഗത്തിലാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ഫക്കീറും സ്വർഗത്തിലാണ്.
ഫക്കീറായത് അള്ളാഹ്ക്ക് വേണ്ടി, പണക്കാരനായത് അള്ളാഹ്ക്ക് വേണ്ടി. രണ്ടോ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. സുബ്ഹാന ജല്ല വഅല. لا تستشر في السير من لعبت به أهواؤه أو من جفا وأسرفا والزم مجالس من صفت أوقاتهم في الذكر لا من في المدارك خطفا والزم നീ പിടിച്ചു കൂടിക്കോ മജാലിസമൻ ഒരുത്തന്റെ മജ്ലിസുകളെ സഫത്ത് ഔഖാത്തുഹും അവരുടെ സമയങ്ങൾ വിശേഷണമായിട്ടുണ്ട് ഫിൽ ദിക്റിൽ. അള്ളാഹിനെ പറ്റി ചിന്തിക്കുക, അള്ളാഹിനെ പറ്റി പറയാ, അതാണ് അയാൾക്ക് പരിപാടി. അയാളുടെ മജ്ലിസിനെ, അത്തരം വ്യക്തികളുടെ മജ്ലിസിനെ പിടിച്ചു കൂടിക്കോ. ലാമൻ ഒരാളുടെ മജ്ലിസല്ല, ഫിൽ മദാരിക്ക് അള്ളാഹിലേക്ക് ചവിട്ടി കയറേണ്ട വഴികളിൽ കത്വഫ അയാൾ പൊങ്ങാൻ കഴിയാതെ വീണു പോയിട്ടുണ്ട്. അവരെന്നും പിന്നാലാണ് കണ്ട, അതായത് കിടക്കണോട് തന്നെ കിടക്കുക. എപ്പോഴും അവർക്ക് അവരെ കൂട്ടത്തിൽ കൂടണ്ട. ആരെ കൂട്ടത്തിൽ കൂടിക്കോ, അവർ സദാസമയം അള്ളാഹിനെ പറ്റി ചിന്തിക്കുക. അവർക്ക് കയറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലരെന്തെങ്കിലും നിയമത്ത് കിട്ടുമ്പോഴത്തേന് ഇതാണ് വലിയതെന്ന് വിചാരിച്ചിട്ട് ജനങ്ങളെ മുന്നിൽ വൽപ്പത്തരം നടിക്കും. ഓൻ അവിടെ തന്നെ നടക്കും. ഓൻ്റെ പറ്റി കൂടണ്ട. ഓരോ ദിവസം മനസ്സിലായില്ല അവരാർക്ക് വേണ്ടി ജീവിക്കുന്നു. അള്ളാഹിനെ ദിക്ർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വെറും ദിക്റല്ല, ഫിക്റും ദിക്റാണ്. ദിക്റും ഫിക്റാണ്. തഫക്കുറു സാഅ ഖൈറും മിൻ അൽഫി റക്അ. 1000 റക്അത്തിനേക്കാൾ നല്ലത് 1 മണിക്കൂർ ചിന്തിക്കലാണ്. തഫക്കുറു സാഅ ഖൈറും മിൻ അൽഫി റക്അ. ആയിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് 1 മണിക്കൂർ ആരിൽ ചിന്തിക്കുക, അള്ളാഹുവിൽ ചിന്തിക്കുക. എൻ്റെ റബ്ബിൻ്റെ മാർഗം നന്നാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഹബീബിൻ്റെ സമുദായം രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഹബീബിൻ്റെ സമുദായത്തിന് വെഡിത്തം തലയിൽ കയറിയിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? വളരെ ചിന്തിക്കണം. എല്ലാം കൂടി എനിക്ക് പറയാൻ പറ്റൂല. ഞാനെല്ലാം കൂടി ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് മുഴുവൻ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ജനങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു, എനിക്ക് വിഷയമല്ല. ജനങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു, അതൊന്നും എനിക്ക് വിഷയമല്ല, ഒന്നും വിഷയമല്ല. നിലവിലുള്ള അറബി രാജാക്കന്മാരെ പ്രശംസിച്ച് നടക്കുന്ന പണിയാണ് ഇന്ന് പണ്ഡിതന്മാർക്ക്. ഇത് വലിയ ദുരന്താണ്. എന്തുകൊണ്ട്? ഇത് നഷ്ടത്തിലേക്ക് കലാശിക്കും. അതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. വലിയ നഷ്ടം വരും. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽക്കുൽ അറബ്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഓർമ്മ. അറബ് രാജാധികാരം അസ്തമിക്കാതെയും തകർന്ന് തരിപ്പണമാകാതെയും മഹ്ദി ഇമാം പുറത്തു വരികയില്ല. പിന്നെ ആൾക്കൂട്ടുണ്ട്, അവരെ ഹവ ബാധിച്ചു. നമ്മുടെ ഈ നാട്ടിൽ പോലും ഫലസ്തീനികൾക്ക് വേണ്ടി ഒരു പ്രകടനം നടന്നു. അതിൻ്റെ ഗുണവും ദോഷവും, അതിൻ്റെ ശരിയും തെറ്റുമൊന്നുമില്ല ഞാൻ പറയണത്, ഞാൻ ചർച്ചയാക്കുന്നില്ല. പക്ഷെ എന്നാൽ നടന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിലും നടന്നു. അതേ സമയത്ത് ഈ പറയപ്പെടുന്ന അറബ് രാജാക്കന്മാരുടെ ഒരു ഭൂമികയിലും അങ്ങനെയൊന്നും നടന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് ഇസ്രായേലിൻ്റെ ചങ്ങാത്തം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. അവരെ പൊളിറ്റിക്സ് നിലനിർത്തണം. എല്ലാത്തിൻ്റെയും മദാറൊന്ന, എല്ലാത്തിൻ്റെയും മദാറൊന്ന, എല്ലാത്തിൻ്റെയും മാനദണ്ഡം ഒന്ന. ഇവിടെ അത് നടത്തുമ്പോൾ നമ്മൾ ലക്ഷ്യം പൊളിറ്റിക്സാണ്, അവിടെ നടത്താതിരിക്കുമ്പോഴും ലക്ഷ്യം പൊളിറ്റിക്സാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ പിന്നാലെ ഓടണ്ട, ഒരിക്കലും ഓടണ്ട. നഷ്ടം സംഭവിക്കും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞു. ഓക്കെ, لا تستشر في السير من لعبت به أهواؤه أو من جفا وأسرفا والزم مجالس من صفت أوقاتهم في الذكر لا من في المدارك خطفا. വൽസം നീ പിടിച്ചു കൂടിക്കോ, നിർബന്ധമായി കൂടിക്കോ, മജാലിസമൻ ഒരുത്തൻ്റെ മജ്ലിസുകളോട്. സഫത്ത് ഔഖാത്തുഹും അവരുടെ സമയങ്ങൾ വിശേഷണമായിട്ടുണ്ട്. ദിക്റിൽ ഔ ഫിക്രിൽ അവർ ചിന്തിക്കുക, പറയാ. ആരെപ്പറ്റി? ലാമൻ ഒരുത്തനോട് സഹവസിക്കണ്ട. ഫിൽ മദാരിക്ക് ഉയരാനുള്ള ചവിട്ടുപടികളിൽ തത്തഫ അവൻ പൊങ്ങാൻ കഴിയാതെ വീണുപോയിട്ടുണ്ട്.